CPM-ലെ പ്രിയപ്പെട്ട ഉത്തമ സഖാക്കളോടാണ്. മാസപ്പടി, സ്വർണ്ണക്കൊള്ള, എക്സാലോജിക്, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ലാവ്ലിൻ കേസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ CPM-നുള്ളിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടും ജനം പിടിച്ചതാ വീട്ടിലിരുത്തി. ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും ഈ പാർട്ടി നശിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം നിശബ്ദരായ സഖാക്കളുണ്ട്. അവരെയാണ് ഉത്തമ സഖാക്കൾ എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തമ സഖാക്കളെ നിങ്ങളിൽ നേതാക്കളും അണികളുമുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഗോഗാ വിളികളുമായി എത്തുന്നവരല്ല. നിങ്ങളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തോൽപ്പിച്ചത്. നിങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ഉത്തമ സഖാക്കൾ. തെറ്റ് വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കാൻ അനുവദിക്കുന്ന ഉത്തമ സഖാക്കൾ. അങ്ങനെ ശ്രീ പിണറായി വിജയൻ അടക്കം വിശ്രമിക്കുകയാണ്. നിങ്ങളോടാണ് ഒരു അഭ്യർത്ഥന. നിങ്ങളിങ്ങനെ നിശബ്ദരായിരുന്നാൽ, ഉത്തമ സഖാക്കളായി നിങ്ങൾ ഇനിയും മടിച്ചു നിന്നാൽ വീണ്ടും കാറ്റ് വീശുന്ന ഒരു അവസ്ഥയും കാണുന്നില്ല. ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കാതെ തിരുത്തൽ ശക്തിയെ മുന്നോട്ട് വരണം. ആവശ്യമുണ്ട് നിങ്ങളുടെ. അകത്തു നിന്ന് പോരാടിയിട്ടിന്ന് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പുറത്തു നിന്ന് പാർട്ടിക്ക് പുറത്തിറങ്ങി പോരാടണം. പുറത്താകുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്ന ചങ്കൂറ്റം ഉത്തമ സഖാക്കളെ നിങ്ങൾക്കുണ്ടാകണം. 10 നേതാക്കൾ ഒരുമിച്ച് നിന്നാൽ മതി, അവർക്കൊപ്പം അണികളുണ്ടാകും. ഇനി ഒന്ന് കൊഴിഞ്ഞാൽ അത് CMB ഉണ്ടായതുപോലെയോ RMB ഉണ്ടായതുപോലെയോ ആയിരിക്കില്ല. കഴിഞ്ഞ ദിവസത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പത്രക്കുറിപ്പ് നിങ്ങൾ പലവട്ടം വായിച്ചിരിക്കണം. അല്ലെങ്കിൽ ചാനലുകളിൽ വരുന്ന ആ വാർത്ത ഒന്ന് കേൾക്കണം. എന്നിട്ട് വേണം ഓഗസ്റ്റ് 23 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ഈടി വേട്ടയാടുന്നേ എന്ന് അലറി വിളിച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. നിങ്ങൾ ഓർക്കണം, ഒരു കുടുംബത്തിന് വേണ്ടി, പിണറായിയിലെ ഒരു കുടുംബത്തിന് വേണ്ടി സംസ്ഥാനം കൊള്ളയടിക്കപ്പെട്ട കഥയുടെ ചില പിന്നാമ്പുറങ്ങൾ അതിലുണ്ട്. ഹവാല വരെ നടന്നതായി. റിവേഴ്സ് ഹവാലയാണ് കേട്ടോ. ED ഇതാ രാജ്യത്തെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. വരുമാനത്തിനും അപ്പുറമുള്ള ലക്ഷക്കണക്കിന് തുക നിങ്ങളുടെ നേതാവിൻ്റെ മക്കൾ കൈകാര്യം ചെയ്തിരുന്നതായി EDയാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരോ BJPക്കാരോ അല്ല. അതും അവരുടെ സ്വന്തം കൈപ്പടൽ എഴുതിയ സ്വന്തം ഡയറിയിൽ നിന്നുള്ള വിവരങ്ങൾ. വീണ വിജയൻ്റെ ആ ചുവന്ന ഡയറി അന്ന് മെയ് 27 തന്നെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ED കൊണ്ടുപോയിരുന്നു. ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഏതാണ്ട് 85 ലക്ഷം രൂപയാണത്രേ. ഇന്ത്യൻ രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്ത അക്കൗണ്ട് 20.05 കോടി രൂപയുടേതെന്നാണ് പറയുന്നത്. എല്ലാം പോട്ടെ, മറ്റൊരാളുടെ പേരുള്ള ഒരു സിം കാർഡിൻ്റെ ഫോട്ടോഗ്രാഫും അവർക്ക് കിട്ടിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് കോളുകൾക്കായി വീണ വിജയൻ ഈ സിം കാർഡ് ഉപയോഗിച്ചിരിക്കാമെന്നാണ് EDയുടെ കടുത്ത സംശയം. ഇത്തരമൊരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമായ തെളിവുകളില്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി ഇതൊക്കെ ഇങ്ങനെ തുറന്നു പറയുമോ, വ്യക്തമായി പറയുമോ എന്ന് മാത്രം ഉത്തമ സഖാക്കളെ നിങ്ങളൊന്ന് ഓർക്കണം. ഏജൻസിയെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം. സംസ്ഥാനം 10 വർഷം ഭരിച്ച നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മക്കളെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ചില സഖാക്കൾ ED ഉദ്യോഗസ്ഥരെ പതിഞ്ഞിരുന്ന് ആക്രമിച്ചത് എന്നും ഓർക്കണം. അത് വിശദീകരിക്കാൻ കൂടുന്ന യോഗത്തിൽ പുതുതായി ഇനി എന്ത് പറയാനാണ് നിങ്ങളുടെ നേതാക്കൾ? ഉത്തമനായ നിങ്ങളുടെ സഖാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്തിനാണ് പരിസ്ഥിതി വകുപ്പും IT വകുപ്പും മലിനീകരണ നിയന്ത്രണ വകുപ്പും ഒക്കെ കൈപ്പിടിയിൽ മുറുകെ പിടിച്ചു വച്ചിരുന്നത്? അതിനെയും ED കേസിനെയും ഒരുമിച്ച് ബന്ധപ്പെടുത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ ആ വകുപ്പുകളിൽ നിന്നും ന്യായവും അന്യായവുമായി പലതും നേടിയെടുക്കാൻ സാധ്യതയുള്ള CMRL പോലുള്ളൊരു കമ്പനിയുമായി ഒരു ബിസിനസ്സും ചെയ്യാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന ആ പഴയ ഉത്തമ കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹം ഉത്തമനായിരുന്നെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. മകൾ സ്വതന്ത്ര വ്യക്തി എന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മകളാണ്. അന്നും ഇന്നും ആ മകൾക്കൊപ്പം ഒരേ വീട്ടിൽ തന്നെയാണ് ആ പിതാവ് കഴിയുന്നത്. ഒരു വട്ടം പോലും മകളെ തള്ളിപ്പറഞ്ഞിട്ടില്ല, പിന്തുണച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഒടുവിൽ ഇതെല്ലാം ചെന്നെത്തുന്നത് എവിടേക്കാണെന്നല്ലേ? വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനായിരുന്നെങ്കിൽ ഇതിനകം എത്ര അന്വേഷണ കമ്മീഷനുകൾ ആ പാർട്ടിയുടെ തലപ്പത്തുള്ളവർ വച്ചനെ, എത്ര അച്ചടക്ക നടപടികൾ ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നനെ. ഇവിടെ എന്താണ് ഒന്നും ഉണ്ടാകാത്തത്?
കാരണം ഇന്നും പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് CPM-ൻ്റെ LDF-ൻ്റെ അനിഷേധ്യ നേതാവ് തന്നെയാണ്. ഒരു വിപ്ലവ പ്രസ്ഥാനം ഒരു വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിക്ക് ചുറ്റും ഇപ്പോഴും പന്ത് കറങ്ങുന്നതിന് വേറെ എന്തെങ്കിലും ഒരു തെളിവ് വേണോ? ഇപ്പോഴും പറയും ചിലരൊക്കെ നിങ്ങൾ ഇത് പാർട്ടിയെ തകർക്കാനുള്ള ചില ഉഡായിപ്പുകളാണെന്ന്. ഇനി എന്ത് തകരാനാണ്? ഇനി എങ്ങനെ തകരാനാണ്? തകരാവുന്നതിൻ്റെ അങ്ങേയറ്റം തകർന്നു കഴിഞ്ഞു. BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് വരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വച്ചാൽ താൻ നേരിട്ടെത്തി പല തെളിവുകളും നൽകാമെന്ന്. ദയവ് ചെയ്ത് നിങ്ങൾ ഉത്തമ സഖാക്കൾ ഇടപെട്ട് ഷോൺ ജോർജിനെങ്കിലും ഒരു അവസരം നൽകണം. നിങ്ങൾക്കും കാര്യം അറിയാമല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തിരുത്തൽ ശക്തിയാകാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കണം. അതിനപ്പുറം നിങ്ങൾക്കൊരു തിരുത്തൽ ശക്തിയാകാം. ചങ്കൂറ്റത്തോടെ നിങ്ങൾക്ക് എതിർക്കാം. MA ബേബിയും ഗോവിന്ദനും ഒരിക്കലും അത് ചെയ്യുമെന്ന് കരുതരുത്. CPM-ന് കേരളത്തിനും ഇന്ത്യക്കും ആവശ്യമുണ്ടെന്ന പക്ഷക്കാരനാണ് ഒരുവിധം പരമാവധി കേരളീയൻ. ആരെന്ത് പറഞ്ഞാലും കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവം ഈ പ്രസ്ഥാനത്തിൻ്റെ സംഭാവന തന്നെയാണ്. കേരളത്തിൻ്റെ വളർച്ചയിൽ ഈ പ്രസ്ഥാനം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത് ചരിത്രത്തിലേക്ക് കയറിപ്പോയി. ഇനി അത് സംഭവിക്കില്ല. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉത്തമ സഖാക്കളെ, നിങ്ങൾ അറിയണമത്, നിങ്ങൾ തിരിച്ചറിയണം. ചൈനയിലും വിയറ്റ്നാമിലും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് പഴയ ചൈന അല്ലാത്തത് കൊണ്ടാണ്. ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടിയെ വിമർശിക്കുന്നത് സർക്കാരിനെ വിമർശിക്കുന്നതാണ് എന്ന ധാരണ നിങ്ങളുടെ എങ്കിലും ധാരണ ഉത്തമ സഖാക്കളെ തിരുത്തണം. വ്യക്തിയെ വിമർശിക്കുന്നത് പാർട്ടിയെ വിമർശിക്കുന്നതിനാണെന്ന ധാരണ തിരുത്തപ്പെടണം. അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ഈ സംഭവം അടപടലം തകർന്നടിയുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. അന്ന് നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. 2024 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആകെ അംഗത്വം 1,19,009 മാത്രമാണ് CPM-ന്. അതിൽ 55% കേരളത്തിൽ നിന്നുമാണ്. കേരളവും പശ്ചിമ ബംഗാളും ചേർന്നാൽ ഏകദേശം 71% CPM-ൻ്റെ അക്കൗണ്ട്. ബാക്കി 29% മാത്രമാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചിതറിക്കിടക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, BJP-യുടെ അംഗസംഖ്യ അവരുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് പ്രകാരം ഏതാണ്ട് 11 കോടിയാണ്. കോൺഗ്രസിൻ്റേതോ ഏതാണ്ട് 5.5 കോടിയും. നിങ്ങളുടെ 10 ലക്ഷം എവിടെ? 15 കോടി എവിടെ? 5.5 കോടി എവിടെ? ഇതാണ് ഉത്തമ സഖാക്കളെ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഏകദേശം 100 മടങ്ങുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൽ പോലും ഭരണ നേതൃത്വമില്ല എന്നതാണ് നിങ്ങളുടെ മറ്റൊരു സങ്കടകരമായ അവസ്ഥ. 16 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലും BJPക്ക് സ്വന്തം മുഖ്യമന്ത്രിയുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ ഭരണ പങ്കാളിത്തമുണ്ട്. ചുരുക്കത്തിൽ 22 സംസ്ഥാനങ്ങൾ യൂണിയൻ ടെറിട്ടറികൾ BJP നിയന്ത്രിക്കുന്നു. അപ്പോൾ അവരെവിടെ? നിങ്ങളെവിടെ? പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി 34 വർഷം ഭരിച്ച് നിങ്ങൾ 2011 ശേഷം ഭരണം കണ്ടിട്ടേയില്ലെന്നോർക്കണം. 2020 കിട്ടിയത് ഒരേ ഒരു സീറ്റ്. ത്രിപുരയിൽ 2018 വരെ തുടർച്ചയായി 29 വർഷം ഭരിച്ച് നിങ്ങൾ പിന്നെ ത്രിപുരയും കണ്ടിട്ടില്ല. ഉത്തമ സഖാക്കളെ, നിങ്ങൾ ഓർക്കണം. ഇന്ത്യയിൽ നിങ്ങൾക്ക് എല്ലാ സംസ്ഥാനവും കൂടി മൊത്തം ഉള്ളത് 43 MLA-മാർ മാത്രം. 28 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കൂടി ആകെയുള്ളത് 4131 സീറ്റുകളാണെന്ന് ഓർക്കണം. പിന്നെ ലോക്സഭയിൽ 4, രാജ്യസഭയിൽ 5. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ. ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പലതവണ പറയുമ്പോൾ ബംഗാളും ത്രിപുരയും അനുഭവമായി മുന്നിലുണ്ടെന്ന് ഓർമ്മ വേണം. പറഞ്ഞു വന്നതെന്നാൽ ഉത്തമ സഖാക്കളായ നിങ്ങൾ ഇനിയും മടിച്ചു നിൽക്കാതെ തിരുത്തൽ ശക്തികളായി മുന്നോട്ട് വരണം. അകത്തുനിന്ന് പോരാടിയിട്ട് ഒരു കാര്യമില്ലെന്ന് സഖാക്കളെ നിങ്ങൾ ഓർക്കണം. പുറത്തിറങ്ങി തന്നെ പോരാടണം. ആർക്കെതിരെ? കോൺഗ്രസിനെതിരെയോ BJPക്കെതിരെയോ അല്ല. നിങ്ങളെ ഇത്തരത്തിൽ വഴിയിൽ ഇറക്കി വിട്ട ആ സഖാക്കൾക്കെതിരെ. പുറത്താകുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്ന ചങ്കൂറ്റം നിങ്ങൾക്ക് വേണം. പാർട്ടി എന്നാൽ, സർക്കാർ എന്നാൽ ഒരു വ്യക്തിയാണെന്ന രീതി മാറിയേ പറ്റൂ. ഭരണത്തിലിരിക്കുന്നവർ പാർട്ടിയെ വിമർശിക്കുന്നത് സർക്കാരിനെ വിമർശിക്കുന്നതാണെന്ന ധാരണ തിരുത്തപ്പെടണം. ഒന്നുകൂടി പറയുന്നു, വ്യക്തിയെ വിമർശിക്കുന്നത് പാർട്ടിയെ വിമർശിക്കുന്നത് എന്ന ധാരണ തിരുത്തപ്പെടണം. പിണറായി, ഗോവിന്ദൻ, MA ബേബി, അച്യുതണ്ട് തകർക്കപ്പെട്ടാലേ ഉത്തമ സഖാക്കളെ നിങ്ങൾക്ക് പാർട്ടിക്കിനി രക്ഷയുള്ളൂ. അതിനെ നിങ്ങൾ ഉത്തമ സഖാക്കൾ തിരുത്തൽ ശക്തികളായി സധൈര്യം മുന്നിട്ടിറങ്ങണം. അതുതന്നെയാണ് വീണ്ടും പറയാനുള്ളത്.